കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ രാസദ്രാവകമൊഴിച്ച് വികൃതമാക്കിയത് ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള നീക്കമെന്ന് CPIM. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംഘർഷമുണ്ടാക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നതായും CPM ആരോപിച്ചു. സംഭവത്തിൽ ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. മുൻ മുഖ്യമന്ത്രി EK നായനാർ, CPIM മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, O ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളാണ് രാസദ്രാവകം ഒഴിച്ചതായി ഇന്ന് രാവിലെ 10 മണിയോടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് അക്രമികൾ സ്മൃതി കുടീരങ്ങളിൽ അതിക്രമം നടത്തിയതെന്നും ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും MV ജയരാജൻ പറഞ്ഞു. സ്മൃതി കുടീരം മോശമാക്കുക, എന്തെങ്കിലും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക എന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരം നേതാക്കന്മാർ ചെയ്ത നല്ല കാര്യങ്ങളെ മോശമാക്കുന്നതും മരിച്ചാലും വിടില്ല എന്ന് പറയുന്ന ഒരു നിലപാടുമാണ്. ഈ അക്രമികൾക്കൊരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. ആ രാഷ്ട്രീയ ഉദ്ദേശം വളരെ വ്യക്തവുമാണ്. അപ്പം അത് തിരിച്ചറിയേണ്ടത് സമാധാന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ അലങ്കോലപ്പെടുത്തുക. സംഭവവുമായി ബന്ധപ്പെട്ട ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. സ്മൃതി കുടീരങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പ്രാഥമികമായിട്ട് നമുക്ക് ക്ലൂ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. എല്ലാം CCTV ഒരു 2-3 മണിക്കൂറുള്ള വീഡിയോ പരിശോധിക്കേണ്ടി വരും. അത് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ജസ്റ്റ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. സയൻറ്റിഫിക് ആയിട്ട് ഞങ്ങളെല്ലാം എഫേർട്ട് എടുത്തിട്ട് ഇതിൻ്റെ പ്രതിനെ പിടിക്കാൻ ഞങ്ങൾ പോകുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MV ജയരാജൻ, PK ശ്രീമതി, TV രാജേഷ് എന്നിവർ സ്മൃതി കുടീരങ്ങൾ സന്ദർശിച്ചു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.